അപ്പോൾ നമ്മൾ ഇന്ന് കാളിയാവ് ഹിമ എന്ന് പറയുന്ന ഒരു എന്താണ് വൃദ്ധസദനം പോലെ, വൃദ്ധസദനം ഒന്നും പറയാൻ പറ്റില്ല, ആരോരുമില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു സദനം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് ഇവിടെ വന്നിന് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഒരു വർഷം എന്താ സംഭവം ബാഗ് എടുത്തോളി. പിന്നെ ഒരു 1.5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ചിരുന്നു, ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അത് രണ്ടാമത് ഞങ്ങൾ വീണ്ടും ഇന്ന് അതുപോലെ ഒരു ഇവിടേക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കുറേ നമ്മളെ സ്നേഹനിധികളായ കുറേ ആളുകളുണ്ട് ഞങ്ങളെ ഗ്രൂപ്പിലില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഒക്കെ കണ്ടോളി, എന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. ഓക്കെ, എന്നാൽ വീഡിയോ കണ്ടോളി. ഈ കൂട്ടായ്മ ചെയ്ത ദാനധർമ്മത്തിന് നീ കബൂലാക്കണം റബ്ബേ. അവർ ചെയ്യുന്ന നന്മകളെയും നീ സ്വീകരിക്കണം റബ്ബേ. നാടിനും വീടിനും ദീനിനും സമൂഹത്തിനും ഉപകരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണം റബ്ബേ. അവർ പല ആളുകളും ഈ സ്ഥാപനത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് പല മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. മുറാദുകളാണെങ്കിൽ മഹാനായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം റബ്ബേ. എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണം റബ്ബേ. ഷിഫ്ന, എന്താ വർത്താനം? ഇങ്ങോട്ട് വന്നാൽ ശരിക്കാണ് അല്ല അങ്ങനെ അറിഞ്ഞോളൂ. 4 ആളെ കൊണ്ടുപോയി 4 ആളെ കൊണ്ടുപോയി ഹലോ, ആരാ? സാറേ ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, അത്രേ ഉള്ളൂ, വേറൊന്നും. ഹെൽമെറ്റിന് എത്ര ഫൈന്? ജുബി എന്താ വർത്താനടി? തിന്നിനോടുന്നിട്ട് കാണില്ലല്ലോ മടി, വർത്താനം പറയാനല്ല മടി, തിന്നിനീന് കാണില്ലല്ലോ മടി. മതി അങ്ങനെയല്ല പറയാം, പോവും അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറയാം. മതി എന്നല്ല. നിബ്രാസേ പതുക്കെ ചെറിച്ചടാ. അങ്ങനെ തിന്നാൻ സ്ഥലം വേണ്ട, അപ്പോൾ അതിന് അലച്ച് വന്നില്ലേ നിങ്ങൾ, അലച്ചിരുന്നില്ലേ? അതെ, എന്നാ പിന്നെ ലേസം കീസിലും കൊണ്ടുപോയിക്കോളി. ഞാൻ കീസിലാക്കി തരണ്ട കേട്ടോ. അമ്മ എന്താ വർത്താനം? കഴിഞ്ഞോ? നിങ്ങൾ വെജിറ്റേറിയനാ? അങ്ങനെ രാമായണം വായിക്കുമ്പോൾ നമ്മളെയൊക്കെ ഒന്ന് ഓർമ്മ വരും കേട്ടോ. മാസമല്ല, നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വരണമെന്ന് കുറേ ദിവസമായി വരണം എന്ന് അറിയാൻ തുടങ്ങിയിട്ട് എത്തിയിട്ടില്ല. അടുത്താവുമ്പോഴേ കുറവൊന്നുമില്ല, അവന് കൂടുതലാണ്.
എന്താ മോനാക്കത്? അച്ചാറടാ ഇജ്ജക്കല്ലേ ആള് വേഗം വണ്ടി എടുക്ക് പോകുക നേരെ പൂച്ചിപ്പാ 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 ഞങ്ങൾ നേരത്തിന് ഭക്ഷണം കഴിച്ച ആൾക്കാരാണ്. സപ്ലൈ ഞങ്ങളത് തൈരും അച്ചാറ കൊടുന്ന തൈരും അച്ചാറ കൊടുന്ന മനക്ക് അങ്ങനെ വെള്ളം കുടിച്ചണ്ട ചോറ് വെച്ചണ്ടേ വെള്ളം കുടിച്ചോണ്ട് അല്ല ഞാൻ വെള്ളം അല്ല നിങ്ങൾ വെള്ളം അടിക്കുന്നില്ലേ കാര്യം വെള്ളം അടിക്കണല്ല പറഞ്ഞത്. ആ പ്ലേറ്റ് ഉണ്ട് വെള്ളം മതികൾ വെള്ളം കുടിപ്പിക്കാനായിട്ടില്ലേ ആദ്യം തിന്നോല് സപ്ലൈ നിങ്ങൾക്ക് രണ്ടാക്കും ഒന്നു തിന്നാ മതി. മദ്യല പൈന് ഒരു ഗ്ലാസ് ഉള്ളൂ തരാ വെള്ളം കുറച്ച് മതി എന്താ മട്ടൻ ചോറ് വേഗ് ഒക്കെ ഷാറാ. ഇതിക്ക് ഐസുമാ അച്ചാറും കൂടി ഉണ്ടെങ്കിലോ ഐസ് അച്ചാറോ? ഐസുമാന്റെ അച്ചാർ അടിപൊളിയാണ്. ഐസുമാന്റെ അച്ചാർ അത് ഒരാളിനോട് പറഞ്ഞോളി. ഒരാൾ അപ്പുറത്തന്നെ ഉണ്ടല്ലോ. ഓൻ ശരിക്കും ഒരു കുപ്പി ഇങ്ങോട്ട് കൊടുന്നാ മതി അല്ലേ? ഓക്കെ ഓന്റെ ക്യാമറയാണ് ഇത്. ഇതോലെ ക്യാമറയാണ് ഇത്. വേറെ എല്ലാവർക്കുള്ള കൊടുക്കാൻ പറ്റാത്തത്. ആ അങ്ങനെ എന്താ ചെയ്യാവേ ബ്രാസിൻ്റെ ആടേ ഉണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോണിമേലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സീറ്റ് ഇവിടെ എന്ത് ചെയ്യും ഉണ്ടാവുക. അപ്പൊ നമ്മളെ ആദ്യമായിട്ട് ചെയ്യുക ഉണ്ട് ആണുണ്ട് ആണ്ട് ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ സ്ക്രീനുകളാണ്. അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ ഹലോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞു പിന്നെ ഉസ്താദ് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്ക് ഉമ്മാരുണ്ട് ഉപ്പാരുണ്ട് പിന്നെ മൈക്ക് കൊടുക്കുകയാണ്. അമ്മയെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അത് മൊമെന്റ് വരാൻ വേണ്ടി മാത്രമല്ല, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അതിനെക്കുറിച്ച് പറയാൻ ആളായിട്ടുള്ളത് നമ്മളെ സന്തോഷിന്റെ അമ്മയാണ്. അപ്പൊ അമ്മ എന്തായാലും 2 വാക്ക് പറയണമെന്ന് അറിയിക്കുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടത്തിലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇത്രയും യൂട്യൂബ് ചാനൽ കൂടിയിട്ട് ഇത്രയാളായിട്ട് കാണാനും ബന്ധപ്പെടാൻ
ഇത് കുറച്ച് തിരക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് സന്തോഷം ഫാമിലിക്കുള്ള മൊമെന്റ് കൈമാറുന്നത് വേണ്ടി അവർ നാടൻ ഫാമിലി അപ്പൊ അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രശസ്ത ഗായകൻ ഷാനുവിനെ ക്ഷണിക്കാൻ സ്വാഗതം. സന്തോഷേടാ ഷാനുവിന് മാറുന്നു, കുമ്പം മാറുന്നു. നമ്മളെല്ലാവരും അവരുടെ അനുഭവങ്ങൾ മൈക്കിന് കുറവാണ്, സ്റ്റേജാണ്, അത് മാറ്റി വെച്ച് 2 വാക്ക്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ എന്താ പറയണ്ട, സന്തോഷ കണ്ണീരാണ്. വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലെ മുഖ്യ ഘടകം എന്ന് പറഞ്ഞാൽ KN മലപ്പുറത്തിന്റെ വക 2 വാക്ക് പിന്നെ സ്റ്റേജിക്ക് എല്ലാവരും ഞാനെന്താ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാം. എല്ലാവരും 2 വാക്ക് പറയാം. ഈ ഒരു സംഭവം സംഘടിപ്പിച്ചതിനെ കുറിച്ചും അതിന്റെ ഒരു അതേപോലെ ഈ വർഷം ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇവർക്കൊക്കെ പ്രാർത്ഥിക്കണ പോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. പിന്നെ നമുക്ക് അടുത്ത വർഷം ഇതേപോലെ ഇതിലാരും ഉഷാറാക്കിയാണ് പിന്നെ പരിപാടി നടത്താൻ കഴിയട്ടേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഭയങ്കര വിറ്റൊക്കെ പറയും, പക്ഷെ മൈക്കെത്തിയപ്പോ ആരെ പറഞ്ഞത് തന്നെയാണ് അല്ലെങ്കിൽ മൈക്കെത്തിയപ്പോ ഒന്നും പറയാനില്ല. അപ്പൊ ഉമ്മമാരൊക്കെ ഇരിക്കുവാണ് പ്രത്യേകം ദുആ ചെയ്യണം കേട്ടോ. എല്ലാവരോടും ഉസ്താദൊക്കെ കേൾക്കണില്ലേ, ഇങ്ങനെ എല്ലാവരും ദുആ ചെയ്യണം. ആയിക്കോട്ടെ, ഇത്രയും പറയുള്ളൂ. എന്റെ മൂവ്മെന്റ് ചോദിച്ചല്ലോ, തരലല്ലേ. നോക്കി ഫോണുണ്ടോ? സന്തോഷത്തിന്റെ കൂടെ പോകാൻ വടക്ക്. അപ്പോൾ എന്റെ കൂട്ടത്തിൽ വിടാൻ വേണ്ടിയിട്ട് കോർഡിനേറ്ററിനെ പോവാ. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി അതല്ലേ അതിന് ഞങ്ങൾ വടക്കിണി പറഞ്ഞാണ് ഇൻസൾട്ട് ചെയ്യലിട്ട്. നമ്മളെ ടീച്ചറാണ്. അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുന്നത് കേട്ടോ. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച KN മലപ്പുറം ആണ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് തന്നിട്ട്. അപ്പോൾ അതിന് അവരോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും. ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. നമ്മുടെ ബുള്ളറ്റ് മാനുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ
അത് കൊടുക്കാൻ ഞാൻ പാടും. സ്വകാര്യം പറച്ചിലില്ല കേട്ടോ, സ്വകാര്യം പറച്ചിലില്ല. ഞങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ സ്വകാര്യം പറയണം. ഒരു കൊല്ലം മുമ്പ് ഇവിടെ ഒത്തുകൂടിയാൽ ആരൊക്കെയല്ല ഒന്ന് കൈ ഒന്നിച്ചാണ്. ഒരു കൊല്ലം മുമ്പ് ഇത് ഇവിടെ ഉണ്ടായിരുന്നോലൊക്കെ ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞ വർഷം വന്നോലെ ഒന്ന് കൈ ഒന്നിച്ചാണ്. എത്ര ആളുണ്ട്? എത്താത് മറ്റേ പുതിയങ്ങാടി നീർച്ചക്ക് അരി ചോറ് നിൽക്കണമാതിരി നിൽക്കണെന്ന് ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കിങ്ങളെ. അപ്പൊ നമ്മളെ മീറ്റപ്പ് ഏകദേശം കഴിഞ്ഞു. അപ്പൊ എല്ലാരും വിട പറയുകയാണ്. വലിയൊരു എമൗണ്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളത് എല്ലാവരും നിറഞ്ഞ കഴിയട്ടെ. നിങ്ങൾ പോവാ? വീഡിയോ പ്ലാനിങ് ആയിക്കോട്ടെ. നിങ്ങൾ വിളിച്ച് ഞാൻ എപ്പോഴും നമ്മൾ റെഡിയാണ്. ഇത് ഏത് ചന്തീക്കാണ്? അല്ല മക്കളെ, നിങ്ങൾ പോരുന്നുണ്ടോ?